മരിയത്തുകാവിലെ കുടിയൊഴിപ്പിക്കലിൽ കർശന നിർദ്ദേശവുമായി പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി. മറ്റന്നാൾ കുടിയൊഴിപ്പിക്കൽ പൂർത്തിയാക്കണം. ആലുവ റൂറൽ SP സുരക്ഷയൊരുക്കണമെന്ന നിർദ്ദേശം. അതേസമയം കുടിയൊഴിപ്പിക്കലിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയോട് റിപ്പോർട്ട് തേടി. 3 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. പോലീസ് നടപടികളിൽ വീഴ്ചയുണ്ടായെന്ന് അന്വേഷിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സജോ ദേവസ്യയും ഹരിമോഹനും ചേരുകയാണ്. ആദ്യം സജോയിലേക്ക്. സജോ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പോലീസ് നടപടിയൊക്കെ. ഏതായാലും കോടതി ഘടിപ്പിച്ചു തന്നെയാണ് മരിയത്തുകാവിലെ കുടിയൊഴിപ്പിക്കലിൽ കൃത്യമായി മറ്റന്നാൾ കുടിയൊഴിപ്പിക്കൽ പൂർത്തിയാക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം വരുന്നത്. വിശദാംശങ്ങൾ എന്താണ്? ഇക്കാര്യത്തിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി നിലപാട് ഘടിപ്പിക്കുകയാണ്. ഈ കാര്യത്തിൽ സുപ്രീം കോടതിയുടെ അടക്കം ഇടപെടൽ ഉണ്ടായിട്ടുള്ളതാണ്. അതായത് ശനിയാഴ്ചയോടുകൂടി നടപടികൾ പൂർത്തീകരിച്ചുള്ള റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അഭിഭാഷക കമ്മീഷന് പോലീസ് കൃത്യമായ സുരക്ഷ നൽകണം. അതിനുശേഷം ഈ ഉത്തരവ് നടപ്പാക്കണം. തുടർന്ന് അത് സംബന്ധിച്ച റിപ്പോർട്ട് വേണം. ഹൈക്കോടതിയിൽ മുനിസിപ്പൽ കോടതിക്കാണ് ഈ എക്സിക്യൂഷൻ ചുമതല. അതായത് ഈ വിധി നടത്തിപ്പ്, കോടതി ഉത്തരവ് നടത്തിപ്പിന്റെ എക്സിക്യൂഷൻ ചുമതല മുനിസിപ്പൽ കോടതിക്കാണ്. ഹൈക്കോടതിയിലും പിന്നീട് സുപ്രീം കോടതിയിലും ഒക്കെ എത്തിയതാണ്. നിയമപരമായി അവിടെയുള്ള 8 കുടുംബങ്ങൾക്ക് തിരിച്ചടിയാണ് ഏറ്റത്. അതായത് മലയിടംതുരുത്ത് പാരിയത്തുകാവിലെ 8 കുടുംബങ്ങൾ, 8 ദളിത് കുടുംബങ്ങളാണ്. അവരുടെ ഭൂമി സംബന്ധിച്ചാണ് തർക്കമുള്ളത്. അതായത് അവർ ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി തന്റേതാണെന്ന് അവകാശപ്പെട്ടുള്ള ഹർജിയാണ് കോടതികളിൽ എത്തിയത്. അതായത് ഏറെക്കാലമായി, നിരവധി പതിറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്ന ആളുകളാണ്. മുൻപ് 14 തവണയും സമാന രൂപത്തിൽ അവിടെ കുടിയൊഴിപ്പിക്കൽ ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ ജനകീയ ചെറുത്തുനിൽപ്പിന് മുന്നിൽ പോലീസ് പിൻവാങ്ങുന്ന കാഴ്ചയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം അങ്ങനെയല്ല കണ്ടത്. പോലീസ് നടപടിയിലേക്ക് കടക്കുന്ന കാഴ്ച കണ്ടു. 16ഓളം പേരെ അറസ്റ്റ് ചെയ്തു. 50 പേർക്കെതിരെ കേസെടുത്തു. കടുത്ത പോലീസ് നടപടിയിലേക്ക് പോയി. പലർക്കും പരിക്കേറ്റു. അതായത് വയോധികർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരിക്കേറ്റു. പിന്നാലെ അത് വലിയ തോതിൽ ചർച്ചയായതിന് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രി ഇടപെടുകയും അതിന് പിന്നാലെ പോലീസ് പിൻവാങ്ങുകയും ചെയ്തത്. പിന്നാലെയാണ് അഭിഭാഷക കമ്മീഷന്റെ അടക്കം ഇക്കാര്യത്തിലെ വിശദീകരണം കോടതിയിൽ എത്തിയിട്ടുണ്ടാകാം. പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറുന്നുണ്ട്. കാരണം ഈ സമരം CPIM ഏറ്റെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായി അതൊരു രാഷ്ട്രീയ വിഷയം കൂടിയായി മാറുന്നുണ്ട്. നിയമപ്രശ്നം കൂടി ആയതുകൊണ്ട് സർക്കാരിനെ സംബന്ധിച്ച് എളുപ്പത്തിൽ പരിഹരിക്കാനും കഴിയില്ല. അപ്പോൾ ഈ ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ച് അങ്ങോട്ട് ഇറക്കി വിടും, ഇതടക്കമുള്ള ചോദ്യങ്ങൾ. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ വിഷയം കൂടിയായി മാറുന്നുണ്ട്. അതാണ് ഹരിമോഹനാണ് ചേരുന്നത്. ഹരി, ഇതിലിപ്പോൾ പുതിയ സർക്കാർ, പുതിയ ആഭ്യന്തര വകുപ്പ്, പുതിയ ആഭ്യന്തരമന്ത്രിയൊക്കെയാണ്. കഴിഞ്ഞ ദിവസത്തെ പോലീസ് നടപടിയിൽ വലിയ വിമർശനം ഉയരുന്നുണ്ട്. CPM ഒരു ആയുധമാക്കി മാറ്റുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഇടതു സർക്കാർ ഭരിക്കുന്ന കാലത്തും അവിടെ കുടിയൊഴിപ്പിക്കൽ നടത്താൻ കഴിഞ്ഞിരുന്നത്. ഇത് കോടതിയുടെ ഉത്തരവാണ്. അതിൽ നടപടികൾ എടുക്കേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ പോലീസ് നടപടി അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എന്താണ് ആഭ്യന്തര വകുപ്പിന്റെ ഒരു നിലപാട്? റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കും. പിന്നെ തീർച്ചയായിട്ടും അടുത്ത കാലത്ത് ഇങ്ങനെ സമാനമായ ഒരു പോലീസ് നടപടി ഉണ്ടായിട്ടില്ല. മാത്രമല്ല, സത്യപ്രതിജ്ഞ ചെയ്ത് UDF സർക്കാർ അധികാരത്തിലേറി 3-ാം ദിവസം അങ്ങനെ ഒരു പോലീസ് നടപടി ഉണ്ടായത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ ക്ഷീണമാണ്. അത് പ്രതിപക്ഷത്തിന് ഒരു ആയുധമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി നേരിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം പോലീസ് നടപടി ഉണ്ടായപ്പോൾ തന്നെ ആഭ്യന്തരമന്ത്രി ഇടപെട്ട് പോലീസ് നടപടി നിർത്തിവെപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് 3 ദിവസത്തെ സമയം നൽകിക്കൊണ്ട് അടിയന്തരമായി ഒരു റിപ്പോർട്ട് വേണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്ത് പ്രകാരം DGPയോട് ആഭ്യന്തര സെക്രട്ടറി ഒരു റിപ്പോർട്ട് വാങ്ങണം. അത് 3 ദിവസത്തിനുള്ളിൽ തന്നെ ആഭ്യന്തര മന്ത്രിക്ക് സമർപ്പിക്കണം എന്നുള്ള കർശന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അത് പോലീസിന്റെ നടപടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും പോരായ്മ ഉണ്ടായിട്ടുണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ, ദുരൂഹതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വിശദമായ അന്വേഷണം ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നടത്തിക്കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, സമാന സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ടതുണ്ടെങ്കിൽ അക്കാര്യങ്ങൾ കൂടി റിപ്പോർട്ടിൽ വ്യക്തമാക്കണം എന്നുള്ളതാണ് ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്ന കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുപ്രകാരം 3 ദിവസത്തിനുള്ളിൽ തന്നെ ആ റിപ്പോർട്ട് ഉണ്ടാവുകയും അങ്ങനെ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് എന്തെങ്കിലും നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഈ പോലീസ് നടപടിയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെങ്കിൽ അതും സ്വീകരിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീത, ശരി. ഏതായാലും ഇതിൽ സർക്കാർ നിലപാട് എന്തെന്നത് നിർണായകമാണ്. കോടതി കടുപ്പിച്ചു തന്നെയാണ് ഇതിലെ കുടിയൊഴിപ്പിക്കൽ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണം മറ്റന്നാൾ കുടിയൊഴിപ്പിക്കൽ പൂർത്തിയാക്കണം എന്ന കർശന നിർദ്ദേശമാണ് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി നൽകിയിരിക്കുന്നത്.